പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഇതൊക്കെ നാളെ കാണിച്ചാണല്ലോ. ഗ്രൗണ്ട് ഓർക്കിഡ് എല്ലാം പൂവിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ ഗ്രൗണ്ട് ഓർക്കിഡും ഇപ്പോൾ പൂക്കൾ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളാണ്. പക്ഷേ ഇതിൽ നമ്മൾ വിചാരിച്ച കളറുകൾ വെള്ള ഉണ്ടായിരുന്നു, ഒരു റെഡ് കളർ ഉണ്ടായിരുന്നു. അതൊന്നും പൂവിട്ടിട്ടില്ല കേട്ടോ. എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ് ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ തെച്ചിയുണ്ട്. ഇത് കേട്ടോ, ഈ ഒരു തെച്ചി ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ. അതുവരെ പൂവിട്ടിട്ടില്ല. പൂവിടാനുള്ള ഒരു ഇതൊന്നും ഇതുവരെ കാണുന്നില്ല. അതുപോലെ നമ്മൾ ഇതിലൊരു ആമ്പൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ അസോളയാണ് ഇപ്പോൾ പച്ച കളറായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ആമ്പൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് ആമ്പൽ. അതുപോലെ നമ്മളിവിടെ വെണ്ടക്ക ചെയ്തിട്ടുണ്ട് കേട്ടോ. വെണ്ടക്ക കണ്ടില്ല, പൂ ഇങ്ങനെ വിരിഞ്ഞ് ഇങ്ങനെ വരികയാണ്. ഇവിടെ ഒരു ചെറിയ വെണ്ട ഉണ്ട്, അത് ആവണുള്ളൂ കേട്ടോ. ഈ തളിരേലൻ്റെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ നല്ല തളിര് ഇലയായിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. എൻ്റെ പേര് അറിയില്ല കേട്ടോ. പിന്നെ അവിടെ ചീര ഉണ്ട്, മുളകുണ്ട്. പിന്നെ നമ്മൾ ഈ തെച്ചി ഉണ്ടല്ലോ, ഈ തെച്ചി ഇപ്പോൾ പൂവ് ഇങ്ങനെ വരണുള്ളൂ കേട്ടോ. മഴ ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു പൂവ് അത്ര ഒരു ഭംഗിയിട്ടുന്നില്ല. പിന്നെ ഈ ഇത് കണ്ടില്ലേ, നമ്മളെ വഴുതനങ്ങ ഇതിന്മേ ഇങ്ങനെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. വഴുതനങ്ങ ഇത് ഇങ്ങനെ കായ്ച്ച് തുടങ്ങണുള്ളൂ. അത് ഇനി നമ്മളൊന്ന് വെട്ടി കൊടുത്ത്, ഇതിപ്പോൾ ആദ്യം ഒന്ന് നമ്മൾ കട്ട് ചെയ്തതാണ് കേട്ടോ ഈ വഴുതനങ്ങൻ്റെ മരം. അപ്പോൾ വീണ്ടും അതിങ്ങനെ നന്നായി ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. വഴുതനങ്ങ നമ്മൾ എപ്പോഴും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ഉണ്ടാവും. ഒരുപാട് വർഷങ്ങളോളം നിൽക്കും അത്. ഇവിടെ ചീര പ്രാവശ്യം അത്ര ഒരു ഉഷാറായിട്ടില്ല. ഇനി അത് ഒഴിവാക്കിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഇവിടെ നട്ടു കൊടുക്കണം. ഇതുപോലെ വെണ്ടക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വെണ്ടക്ക ഇത് ചെറിയ വെണ്ടക്കയാണ്. ഇതുപോലും നമ്മൾ സാമ്പാർ വെണ്ട എന്നറിയില്ല, അതാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതുപോലെ ഇവിടെ കണ്ടില്ല, നമ്മൾ റെഡ് പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. റെഡ് പ്ലാന്റ് ഇത് നിലത്താണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ വെയിൽ കിട്ടുന്നിടത്ത് നല്ല കളറാവും കേട്ടോ. ഇത് പല സ്ഥലത്തും പല കളറായിട്ടാണ് കാണുന്നത്. ഇതിപ്പോൾ ഒരു വയലറ്റ് ഉണ്ട്, നമ്മളപ്പുറത്ത് ചെയ്തിട്ടുണ്ട്, അത് നല്ല റെഡ് കളറായിട്ടാണ് കാണുന്നത് കേട്ടോ. കണ്ടില്ല. പിന്നെ അതേമാതിരി ഈ ഒരു ഇതിൽ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഫുള്ള് ഇനിയിപ്പോൾ ഒരൊറ്റ ട്രിപ്പായിട്ട് ഇങ്ങനെയാണ് പൂവ്. നല്ല ഉഷാറായിട്ട് നമ്മൾ നിലത്ത് വെച്ചുകൊണ്ട് നല്ല വലുതാവണുണ്ട് കേട്ടോ. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് നമ്മൾ ഈ കിൽക്കാൻ പറ്റി പറഞ്ഞുണ്ടല്ലോ, നമ്മൾ പൂമ്പാറ്റനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കൊടുന്ന് വെച്ചതാണ് കേട്ടോ. ഇനി പൂമ്പാറ്റകൾ വന്ന് ഒക്കെ പാടെ മുട്ടിട്ട് മുട്ട ഒക്കെ ഇട്ട് ആകെ എന്താവും പ്രശ്നമൊന്നും അറിയില്ല. പുഴുക്കളൊന്ന് ചെടികൾ നാശമാക്കുമൊന്നും അറിയില്ല കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ നമ്മൾ ഈ പൈപ്പിൽ നമ്മളൊരു ഇതിൻ്റെ ഉള്ളിലൊരു ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറേ കഴിഞ്ഞാൽ കൊണ്ട് വളർന്ന് ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ തൂങ്ങി ഉണ്ടാക്കും. അങ്ങനെയാണ് നമ്മൾ ഈ മറ്റേ ഒരു ഇതുണ്ടാക്കുന്നത് കേട്ടോ. പൈപ്പിൽ ചെയ്യണത് ഇത് കണ്ടില്ല, ഇതൊരു മഞ്ഞ ഒരു കൊന്നൻ്റെ മാതിരി ഒരു ഇതാണ് കേട്ടോ. മഞ്ഞ ഇലയാണ് ഇതിന്മേൽ ഉണ്ടാവുക. പൂവ് എന്താണെന്ന് അറിയില്ല. അത് നമ്മളടുത്ത് 2 മരമാണ് ഉള്ളത് കേട്ടോ. ഇത് മരമായിട്ട് ഇങ്ങനെ കുറച്ച് വലുതായി നിൽക്കും, പക്ഷെ മഞ്ഞ ഇലയാണ് അതിൻ്റെ ഒരു ഭംഗി കൊടുക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ മീനുകൾക്ക് എന്നും രാവിലെ തീറ്റ ഇട്ട് കൊടുക്കണം കേട്ടോ. രാവിലെ അപ്പോൾ അവർ നമ്മളങ്ങനെ കാണുമ്പോൾ മീനുകളെല്ലാം അങ്ങോട്ട് ഈ ഒരു സൈഡിലേക്ക് വരും കേട്ടോ. തീറ്റ നനഞ്ഞിട്ടുണ്ട് കേട്ടോ. തീറ്റ ഇനി എല്ലാ മീനുകളും അത് വന്ന് കഴിക്കാൻ തുടങ്ങും കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഗപ്പികളൊക്കെ ഇങ്ങനെ വരും. നമ്മൾ ഈ മറ്റേ കോഴിക്കാർപ്പൊന്നും അത്ര ഒരു ഇണങ്ങിയിട്ടില്ല കേട്ടോ. നമ്മളേറ്റിപ്പോൾ ഇണങ്ങിയത് ഗപ്പി, മോളി, ഗോൾഡ് ഫിഷൊക്കെയാണ് നമ്മളായിട്ട് ഇണങ്ങിയിട്ടുള്ളൂ. അപ്പോൾ
അത് കണ്ടില്ല, അവിടെ ഒന്നായിട്ടുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോഴാണത് നമുക്ക് കാണുള്ളൂ കേട്ടോ. അത് കണ്ടില്ല, ഫുള്ള് എല്ലാം കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, എല്ലാ മീനുകളും കണ്ടില്ല. ഈ വെള്ളത്തിൻ്റെ ആ റിഫ്ലക്റ്റ് ഇങ്ങനെ അതുകൊണ്ട് നമുക്ക് അത്ര ഒരു കാഴ്ച കിട്ടുന്നില്ല. അടിയിലൊക്കെ കണ്ടില്ലേ, നമ്മൾ തീറ്റ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തീറ്റ ഇനിയിപ്പോൾ കൊടുത്ത് വാങ്ങിയിട്ട് വേണം. നമ്മൾ അതേപോലെ തന്നെ നമ്മളിവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ ഇതിങ്ങനെ പൂവ് ഇട്ടിട്ടില്ല കേട്ടോ. അത് നമ്മൾ ഒരു വെട്ടിയിട്ട് നമ്മളൊരു സ്ഥലത്ത് നിന്ന് പറിച്ചിട്ട് ഇവിടെ കൊടുന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതിങ്ങനെ മഴ എടുത്ത് ഇങ്ങനെ പിന്നെ മഴ കൊണ്ട് ഇങ്ങനെ നന്നാവണുള്ളൂ. നമ്മൾ കുറച്ച് വളമൊന്നും ചെയ്തിട്ടില്ല. ഇനി കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തൊന്ന് കുറച്ച് മണ്ണൊക്കെ കയറ്റി കൊടുത്താൽ അത് ഉഷാറാവും. പിന്നെ ഇവിടെ ഇതിലുണ്ടില്ല, ഇതിലിന്ന് 2 പൂവാണില്ല, 3 പൂവാണുള്ളത് കേട്ടോ. അതിൽ ഒരു 3 പൂവുണ്ട്. മറ്റൊക്കെ മുട്ടായിട്ട് ഇങ്ങനെ വിരിയാൻ നിൽക്കണുള്ളൂ. നമ്മളിവിടെ ഈ ഒരു ചാലുണ്ടല്ലോ, ഈ ചാലിൽ കൂടിയാണ് നമ്മൾ വെള്ളം വരുന്നത് കേട്ടോ. നമ്മൾ ഈ ഒരു കുളത്തുനിന്ന് നമ്മളത് കൃത്രിമമായിട്ടുണ്ടാക്കിയൊരു ചാലാണിത്. ഈ ഒരു ചെറിയൊരു മലൻ്റെ മാതിരി ഇങ്ങനെ വന്നിട്ട് ഈ ഒരു അവിടെ ഒരു കയർന്നല്ലിയൊരു ഇതുണ്ടല്ലോ, ഒരു അതിൽ കൂടി വെള്ളം വരും കേട്ടോ. അതിൽ കൂടെ ഇങ്ങനെ വന്ന് ഈ ഇതിൽ കൂടെ ഇങ്ങനെ ഒലിച്ചിട്ട് നമ്മൾ പിന്നെ ഈ കുളത്തേക്ക് ഇങ്ങനെയാണ് പോകട്ടോ. ഈ കുളത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഈ വെള്ളം റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ കറങ്ങി വരും കേട്ടോ. അതിൽ നിന്ന് ഈ മേലെ ഒരു ഈ നമ്മളിവിടെ ഒരു അടി കൂടി വേറൊരു പൈപ്പ് മോട്ടറിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മളെ എൻജിൻ റൂം കേട്ടോ. ഇവിടെ ഇതിലാണ് മോട്ടർ. ഈ വെള്ളം ഇതിൽ കൂടി വലിച്ച് ഇങ്ങനെ ഇവിടെ വന്ന് ചാടും. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ചുറ്റായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താണ് കേട്ടോ. ഒരു പൈപ്പ് നമ്മൾ അടി കൂടി ഇട്ടിട്ട് അങ്ങനെ നമ്മൾ അറിയില്ല, നമ്മളൊരു ഉറവ് ഇങ്ങനെ വരുന്ന മാതിരിയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലാണ് മോട്ടറൊന്നും കാണൂല കേട്ടോ. മോട്ടർ നമുക്ക് തീരെ കാണൂല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊന്ന് പറയാനുള്ളത്, നമ്മൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ ഈ തൊട്ടാവാടി ഉണ്ട്. ഇത് പറിക്കണമെങ്കിൽ നല്ല ഗ്ലൗസ് ഇട്ട് പറിക്കണം. തൊട്ടാവാടി വിദേശ രാജ്യങ്ങളിലൊക്കെ അത് ഭയങ്കര വിലയാണ് ഇതിന് കേട്ടോ. ഇത് ഇങ്ങനെ 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 ഉറങ്ങലുണ്ട്. തൊട്ടാൽ അതൊരു ഇത് കണ്ടില്ലേ, ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ കാണിക്കണോണ്ട് നമുക്ക് കൗതുകമൊന്നുമില്ല. ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്കൊക്കെ അതൊരു കൗതുകമായിക്കാരം. വേറൊന്നും ഇപ്പോൾ അത് കാണാത്തതാണല്ലോ, അങ്ങനെ കാണിച്ചെന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ കാണിക്കണ ഒരു പൊട്ടത്തരം കാണിക്കുകയാണ്. നമ്മൾ കാണാത്ത ആൾക്കാർക്കാണിത് കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഈ ഇത് കണ്ടില്ലേ, മുൻവശത്തുള്ള ചെടികൾ നമ്മൾ ദൂരത്തു നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അത് കാണാനൊരു ഭംഗിയാണ് കേട്ടോ. ആ ഇലച്ചെടി, അതുപോലെ നമ്മളെ പിന്നെ ഈ ഒരു ആല് ഇത് കണ്ടില്ലേ, ഈ ആല് ഒരു നമ്മളെ അടിയിലൊരു പൊട്ടിയ ഒരു പിന്നെ റിങ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു പുല്ല് വളർത്തിയിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കാനായിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. ഞാൻ ഇത് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ പിന്നെ അടുത്ത് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ തന്നെ അനൗൺസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഇന്നോ നാളെ ആയിട്ട് പിന്നെ ആ വീഡിയോ ഇറങ്ങും. ഇന്നല്ല, നാളെ മറ്റന്നാൾ കേട്ടോ. പറഞ്ഞ് കഴിച്ചതാണ്, സോറി. പിന്നെ ഇത് ഉണ്ടല്ലേ ബോഗൺവില്ല. അപ്പോൾ ഈ മഴ ആയിട്ടുണ്ട്, പിന്നെ സീസൺ കഴിഞ്ഞിട്ടൊന്ന് പൂവിടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചെടി അതുപോലെ തന്നെ അപ്പുറത്തൊന്നും ഇതിപ്പോൾ നല്ല പൂവാണ്. ഇതിൻ്റെയൊക്കെ പൂവ് ഇപ്പോൾ ഏകദേശം തീരാനായല്ലോ. മഴ വന്നാൽ മഴത്തൊക്കെ പിന്നെ
തീരെ പൂവിടാത്തതാണ്. ഇതിന്മേലിപ്പോൾ നമ്മൾ പിന്നെ പൂ വരുന്നതോടുകൂടെ മൊട്ടും വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഉഷാറ്. അതിന് നമുക്ക് ഇത് ഒക്കെ ഒന്ന് പിന്നെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തേണ്ടതായിട്ടുണ്ട്. അത് ഇനി ഇതൊക്കെ ഈ ബോഗൺവില്ലൊക്കെ നമ്മളൊരു ഈ സ്ഥലത്തേക്ക് മാറ്റും കേട്ടോ. അത് ഇനിയിപ്പോൾ ഒരു 3-4 മാസം അത് റെസ്റ്റായിട്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇപ്പം തന്നെ അത് നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇത്ര നീട്ടിക്കൊണ്ടുപോകണില്ല കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും. അതുപോലെ നിങ്ങൾക്ക് പിന്നെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ പച്ചക്കറി അതുപോലെ ചെടികൾ പിന്നെ അതിൻ്റെ പരിപാലനം, പച്ചക്കറി, അടുക്കളത്തോട്ടം, അതൊക്കെ അതിലൊക്കെയുള്ള പച്ചക്കറി ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി പിന്നെ ആണെങ്കിൽ ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കും പിന്നെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പച്ചക്കറീൻ്റെ വീഡിയോ ഉണ്ട്, ചെടികളെ വീഡിയോ ഉണ്ട്, ഒരുപാട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങളുടെ കമൻറ്റ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.